ഞാൻ ഇപ്പൊ കാണിച്ചതാ, ധൈര്യമുള്ളവരൊക്കെ ഇങ്ങോട്ട് കയറി വന്നോളി. ഇത് ഒപ്പിച്ചതാണ്. ഈ ബുക്ക് അള്ളാഹു തആല കുരുത്തക്കേടാണ് എങ്ങനെ തന്നെ ഉണ്ടാവുക. ഈ ഫോട്ടോ ഒപ്പിച്ചതാണ് എന്ന് ഇതേ ബുക്കിൽ നിന്ന് മനസ്സിലാവും. ഇനി അതൊരു പത്രത്തിന്റെ കവറിന് വേണ്ടി വെറുതെ എന്തെങ്കിലും എഴുതിയതാണ്, അത് ചിത്രത്തിന്റെ രസത്തിന് വേണ്ടി കൊടുത്താണെന്നൊന്നും പറയണ്ട. എന്താ ഉള്ളത് ഉള്ളിലുള്ളത് ഞാൻ വായിച്ചതാ, ഇതിനുള്ളിൽ തന്നെ ഉണ്ട് സംഭവം. മനുഷ്യ മനസ്സുകളെ കോർത്തു പിന്നെ ഇണക്കാൻ വേണ്ടി ഒരു യാത്ര ഉണ്ടാക്കിയ ഇയാള്, കേരള യാത്ര. ആ കേരള യാത്രയിലെ ഫോട്ടോ ആണ് ഈ കാണുന്നത്. ഈ ഫോട്ടോയിൽ അടിക്കുറിപ്പ് ഞാൻ വായിച്ചതാ. യാത്രക്കിടയിൽ ഒരു മാധ്യമ സമ്മേളനവും. വിദേശ ചാനലുകളാണല്ലോ ഈ കാണുന്നത്. ഈ വിദേശ ചാനലുകൾക്ക് മുമ്പിൽ ഇയാളിങ്ങനെ സംസാരിക്കുന്നതായ ഒരു ഫോട്ടോ ഇവര് പ്രസിദ്ധീകരിക്കുകയും ഇത് വാർത്താ മാധ്യമ സമ്മേളനമാണ് എന്ന് അടിക്കുറിപ്പ് കൊടുക്കുകയും ചെയ്തു. കളവാണത്. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ചിന്തിച്ചോ, ഈ പുസ്തകത്തിന്റെ മറ്റൊരു പേജിൽ ഒരു ഫോട്ടോ ഉണ്ട്. ഏതാണ് ആ ഫോട്ടോ? ഇയാളിങ്ങനെ എഴുതുന്ന ഫോട്ടോ. ഇയാൾ എഴുതുന്നൊരു ഫോട്ടോ കണ്ടോ? ഇതിന്റെ അടിയിൽ കൊടുത്തതല്ലോ, പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ച നാഥന്റെ നാമത്തിൽ യാത്രയിലെ വിശ്രമത്തിനിടയിൽ ഒരു നിമിഷം. അപ്പൊ ശൈഖുന ഇങ്ങനെ എഴുതുകയാണ് ഇവിടെ. ഈ എഴുതുന്ന ഫോട്ടോ, ഈ ഫോട്ടോ ശരിക്കും സൂക്ഷിച്ചോ. ഇതേ ഫോട്ടോ എടുത്തിട്ട് ഇതാ കൊണ്ടുവന്ന മൈക്കിന് മുകളിൽ വെച്ചു. അതേ ഫോട്ടോ, രണ്ട് ഫോട്ടോ നിങ്ങൾക്ക് നോക്കാം. താടിക്ക് കുഴപ്പമില്ല, മുടിക്ക് കുഴപ്പമില്ല, തലയെക്കെട്ടിന് കുഴപ്പമില്ല, അദ്ദേഹത്തിന് ഒന്നിനും കുഴപ്പമില്ല. അതേ കോലത്തിൽ കൊണ്ടുവന്ന് രണ്ടും ഒന്നിച്ചു വെച്ച് നോക്കിക്കോ. രണ്ടും ഒന്നിച്ചു വെച്ചിട്ട് ഇതേ ഫോട്ടോ എടുത്തു കൊണ്ടുവന്ന് മൈക്കിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒപ്പിച്ചു കൊടുത്തു. ഇതാരെ പറ്റിക്കാനാണ്? സമസ്തക്ക് മഹത്വങ്ങൾ ഒന്നും പറയാനില്ലെങ്കിലും ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. ഈ ജാതി തട്ടിപ്പുകൾ ഇന്ന് വരെ സമസ്തയുടെ ഒരൊറ്റ ഉലമാക്കൾ നടത്തിയിട്ടില്ല. മിസ്റ്റർ കാന്തപുരത്തിന്റെയും അനുയായികളുടെയും ആയിരക്കണക്കിന് തട്ടിപ്പുകളിൽ ഒന്ന് മാത്രമാണ്. ഇനി പറയൂ പേരോടാ. കാന്തപുരം ഉസ്താദ് പുറത്താക്കിയ ഒരു ചങ്ങാതി, ആ ചങ്ങാതി പറയണത് കാന്തപുരത്തിന്റെ മുന്നിൽ കുറെ മൈക്കിങ്ങനെ വെച്ചു കൊടുത്തിട്ട് കാന്തപുരം ജോർജ് ബുഷിനെ പോലെ, കോഫി അന്നാനെ പോലെ ആഗോള പ്രശസ്തനാണ് വരുത്തി തീർക്കാൻ വേണ്ടി അനുയായികൾ വെറുതെ ഇങ്ങനെ മൈക്ക് കൊണ്ടുപോയി വെച്ചു കൊടുക്കുകയാണ്. എന്നാ ഞാനൊന്ന് പറയട്ടെ, ഈ പറഞ്ഞ ചങ്ങാതിനൊക്കും തോന്നിയില്ലല്ലോ ഇയാൾ ഉമ്മൻചാണ്ടിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി, അല്ലെ മറ്റേ മന്ത്രിനെ പോലെയാന്ന് വിചാരിക്കാൻ വേണ്ടി എന്ന് പറയാൻ തോന്നിയില്ലല്ലോ. കാരണം എന്താ, പറയുമ്പോ കൂട്ടി പറയാൻ നിങ്ങളെ നാവിലും അള്ള കൊണ്ടുവന്നത് കോഫി അന്നാനെയും ജോർജ് ബുഷിനെയാണ്. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അത് അറിയിക്കാൻ. അതാണ് ഓരോരുത്തരുടെ ന്യായീകരണം മറുപടിയായിട്ടില്ല പേരോട്. മാത്രമല്ല, പൊങ്ങച്ചം കലർന്ന ഇയാളുടെ വർത്തമാനം നാശത്തിലേക്ക് നയിക്കുന്നത് മിസ്റ്റർ കാന്തപുരം താങ്കളാണ് കാണേണ്ടത്. എന്നാൽ എന്താണ് ജോർജ് ബുഷിന്റെ സംസ്കാരം? സ്വന്തം അനുയായി തന്നെ വിശദീകരിക്കുന്നു. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് ഡബ്ല്യു ബുഷിന് പുറത്തിറങ്ങണമെങ്കിൽ ഒരു കയ്യിൽ പെണ്ണുങ്ങളും മറ്റേ കയ്യിൽ വളർത്തുകുട്ടിയും വേണം. ഇതാണ് ജോർജ് ഡബ്ല്യു ബുഷിന്റെ സംസ്കാരം. പേരോടിന്റെ ഉപമ നിങ്ങൾ അംഗീകരിച്ചുവോ കാരന്തൂരികളെ? നിങ്ങളുടെ നേതാവ് ബുഷിനെ പോലെയാണോ? എങ്കിൽ നമ്മൾ കേട്ട പലതും യാഥാർത്ഥ്യമായിരിക്കാം. അതല്ലെങ്കിൽ പേരോടിന് തെറ്റിയോ? തീരുമാനം പൊതുജനത്തെ അറിയിക്കുക. ഞങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ട്. സത്യവിശ്വാസികളെ, നിങ്ങൾ ശ്രദ്ധിച്ചോ? പേരോടിന്റെ തോന്നിവാസത്തിന് തക്ബീർ വിളിക്കുന്ന കാരന്തൂരികളെ. കാരണം അങ്ങനെ കൂട്ടി പറയാൻ പറ്റുന്ന ഒരു പണ്ഡിതൻ ഉണ്ടെങ്കിൽ അത് കാന്തപുരമേ ഉള്ളൂ. അത് എതിരാളിയെ കൊണ്ടും കൂടി അത് അറിയിക്കാൻ. അതാണ് ഓരോരുത്തരും. ഇവർ എന്തു പറഞ്ഞാലും തക്ബീർ വിളിക്കുന്ന ഈ വിഭാഗത്തിന്റെ ആഖിറം എന്താവും? ഈ സംസ്കാരം പഠിപ്പിച്ചെടുത്തതിൽ നിന്ന് അന്ത്യനാളിൽ മിസ്റ്റർ കാന്തപുരത്തിന് ഒഴിഞ്ഞു മാറാനാവുമോ? ആ വസ്തുതയല്ലേ ജാമിഅയിൽ വെച്ച് കാസിം ഉസ്താദ് പറഞ്ഞത്?
തെസ്കിയത്തില്ലാത്ത എന്ത് ആക്ടിവിറ്റീസ്, എന്ത് തെസ്കിയത്തില്ലാത്ത സമൂഹം തോന്നിയാസം കാണിക്കുക, എന്നിട്ട് അതിനൊക്കെ അങ്ങോട്ട് സിന്ദാബാദ് വിളിക്കുക, കുറെ ആളുകൾ അങ്ങോട്ട് തെക്ബീർ ചൊല്ലുക. എനിക്ക് ഓർമ്മയുണ്ട്, മുതലക്കുളത്ത് മുമ്പൊരിക്കൽ ബഹുമാനപ്പെട്ട കോട്ടുമൽ ഉസ്താദ് പ്രസംഗിച്ചപ്പോൾ AP ബക്കർ മുസ്ലിയാർ എന്നൊന്ന് പറഞ്ഞുപോയി. അപ്പോൾ നേരെ മതിന്റെ അപ്പുറത്ത് കുറെ ചെറുപ്പക്കാരിരുന്നിരുന്നു, അവര് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. അപ്പോൾ കോട്ടുമൽ ഉസ്താദ് പ്രസംഗം നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് എനിക്ക് വിരോധമല്ല, പറഞ്ഞു അല്ലാഹു അബൂബക്കർ എന്ന് പറയരുത്. അതൊരു വർത്താനം, അത് ആൺകുട്ടികളെ വാക്ക്. താങ്കളുടെ കൂലി പ്രഭാഷകർ താങ്കൾക്ക് വേണ്ടി എന്തും പറഞ്ഞു ഫലിപ്പിക്കും. കാരണം ദുനിയാവിൽ നിങ്ങൾ നൽകുന്ന സമ്പത്തും പദവിയുമാണ് അവർക്ക് വേണ്ടത്, ആഖിറമല്ല. പക്ഷേ പറഞ്ഞു കാസിമി ഉസ്താദിനെതിരെ